നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആദ്യനും അന്ത്യനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവായ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ഞങ്ങളുടെ സ്നേഹിതനായ ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ നീതികരവും ഞങ്ങളുടെ വീണ്ടെടുപ്പുമായി നീ ഞങ്ങളിൽ വസിക്കാൻ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ അഗ്നിജ്വാലയ്ക്കത്തോണം കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വിലയിൽ ചുട്ടുപഴിപ്പിച്ചവരിലോട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി, 7 നക്ഷത്രങ്ങളെ വലങ്കയ്ക്ക് പിടിച്ചവനായി, 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായി നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. നിലയെങ്കി ധരിച്ചവനായി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീന വശങ്ങളിൽ മേൽ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവ് നിന്റെ ജനത്തെ ഉദ്ധരിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അവകാശത്തെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം നീ പണിതുകൊണ്ടിരിക്കുന്ന വിശ്വസ്ത സാക്ഷിയായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ് തളരുന്നവനല്ല. ഭൂരാജക്കന്മാർക്ക് അധിപതിയായി നീ വാഴുകയായി സ്തോത്രം ചെയ്യുന്നു. എളിയവരോട് സംസാരിച്ചാട്ടെ. ഞങ്ങളുടെ കുറവുകൾ കർത്താവ് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞാട്ടെ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, ദേശങ്ങളെ, പരിസരങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരെ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തങ്ങേതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ക്രൂശിനെ കരറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ദ ചർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, ഡോണ്ട് ലുക്ക് അറ്റ് ദ ഫിസിക്കൽ ചർച്ച്. ഭൗതികമായ ചർച്ചകളല്ല, നാം എന്ന വ്യക്തി ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നമ്മുടെ ശരീരം. ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ ദഴലുകളായിട്ടുള്ള ആലയങ്ങളും, മോശയുടെ സമാഗമന കൂടാരം, ശലോമോൻ്റെ ആലയം, അതിനുശേഷം ശെരുബ്ബാബേൽ യോശുവ കൊടുത്തെടുത്ത ആലയം, അതിനുശേഷം രാധാവ് അതിന് പുതുക്കി പണിത ആലയം, അതെല്ലാം തന്നെ ആമേ സ്തോത്രം നിഴലുകൾ മാത്രമായിരുന്നു. ഹല്ലേലൂയ. ആക്ച്വൽ അത് പൊരുളെന്ന് പറഞ്ഞ നമ്മളാണ്. ആമേ സ്തോത്രം. ഇതാണ് കോടി വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ മുത്തുകളാണ് നമ്മളൊക്കെയും തന്നെ. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ തേജസ്വീകരണം, നമ്മുടെ വിശ്വസ്തത, വിശുദ്ധി, ഇതെല്ലാം തന്നെ ദൈവസന്നിധിയിൽ അതിശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ അതല്ല, അതുകൊണ്ട് അതിൽ വിവരിക്കാൻ സാധ്യമല്ല. നമ്മൾ കഴിഞ്ഞ നാളിൽ ചിന്തിച്ചു വേണ്ട വിഷയത്തിൽ ഈ ചർച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസഗോളത്തിൽ ഒരു പഴഞ്ചൊല്ല് പോലെ കടന്നു വന്ന വിഷയമാണ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാ പ്രാപിച്ചു എന്നുള്ള വിഷയം. രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയെ ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് രക്ഷ എങ്ങനെ നടക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ ലഘുവായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ലോങ് ക്ലാസ്സുകൾ ഈ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സമയമെടുത്തുകൊണ്ട് കാണുക. അത് ലോങ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഏകദേശം 12 എപ്പിസോഡുകളുണ്ട്. ഡിവൈഡ് ചെയ്തു ഓരോ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റുകൾ, അത് അതിൻ്റെ പൂർണ്ണതയിൽ അറ്റോൺമെൻറ്റ് പിതാവായ ദൈവം പുത്രനായ ദൈവം നമ്മളൊരു കവനൻ്റാണ്. അത് പൂർണ്ണതയിൽ നടന്നു കഴിഞ്ഞെന്ന് അമ്മയും യേശുവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡിവൈൻ ജസ്റ്റിസിന് അവൻ്റെ പകരക്കാരനായിട്ടുള്ള സാക്രിഫൈസ് സാറ്റിസ്ഫൈഡ് ആയി എന്ന് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ടാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം പ്രായശ്ചിത്തമാകുവാൻ, അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, എക്സ്പിയേഷൻ, അറ്റോൺമെൻറ്റ്, മറിവില എന്നൊക്കെ വേണം ഉപയോഗിക്കാം. ദൈവം അവൻ്റെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. വളരെ സൗജന്യമായ ഒരു ഓഫറാണത്. ഇത്ര സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് ആരിതിന് വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് എബ്രായത്തിൽ പറഞ്ഞത് ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ തള്ളിക്കളയരുതെന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ടാണ് ജനം ഈ രക്ഷയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വളരെ ലളിതമായ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നത്. പഠിപ്പിക്കുന്ന ദേവദാസന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ അതിൻ്റെ സീരിയസ്നെസ് എത്ര വലുതാണ്. ഒരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടു. അതായത് പെന്തക്കോസ്ത് സഭയിൽ വന്നു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്നൊരു ചിന്താഗതിയാണ്. സ്നാനപ്പെട്ട് സീൽ ചെയ്തോ ചിന്താഗതി. നോ, ആബ്സല്യൂട്ട്ലി നോ. യേശുക്രിസ്തു ഈ 7 കണ്ടീഷൻസ്, അറ്റോൺമെൻറ്റ്, റിപ്പൻറ്റൻസ്, റീജനറേഷൻ, ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്, ദൈവത്തിനുള്ള വിശദീകരണം, വേർതിരിക്കൽ,
അതിന് പെർസീവറൻസ്, അതായത് അന്ത്യത്തോടെ സ്ഥിരതയിൽ നിൽക്കുന്നത്. ഫൈനൽ കണ്ടീഷനാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അന്ത്യമായിട്ട് ദൈവം ഡിക്ലെയർ ചെയ്യുന്നതാണ്, ഈ പെർട്ടിക്കുലർ വ്യക്തി എന്നോടുകൂടെ വസിപ്പാൻ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനാണെന്ന്. ഇത് കംപ്ലീറ്റ് ആയാലേ സാൽവേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന്. ദ റോൾ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ സാൽവേഷൻ. ഹ്യൂമാനിറ്റിയുടെ സാൽവേഷനിൽ, രക്ഷയിൽ ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന്. പിതാവ് ആകർഷിക്കുന്നവരെ അവിടെ അടുത്ത് കൊണ്ടുവന്ന്, അവനെ ആകർഷിക്കുന്നവരെ പിതാവ് ആകർഷിക്കുന്നു. അവൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം? മനുഷ്യരൂപമെടുക്കണം. ഫിലിപ്പിയർക്ക് പറഞ്ഞിരിക്കുന്നത് അവൻ അറ്റോൺമെൻ്റായി തീരണം. ഇതെല്ലാം നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. എന്നിട്ടാണ് ക്രൂശിലേക്ക് പിതാവ് ആകർഷിക്കുന്നത്. അതായത് നമ്മുടെ പാപപരിഹാരമായിട്ട്, നമ്മുടെ മേലുള്ള ശിക്ഷയ്ക്ക് പകരക്കാരനായിട്ട്, ശിക്ഷ അർഹിക്കാത്തവനായ യേശു സ്വമേധയ നമുക്ക് പകരക്കാരനായി ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷൻ വരുത്തി എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് അവനെ ആശ്രയിക്കുക. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവ്, കർത്താവുമായിട്ട്, നമ്മുടെ പേഴ്സണൽ ലോഡായിട്ട് സ്വീകരിക്കുക. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. സ്തോത്രം. അങ്ങനെ അവൻ തന്നെ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ ഒരു ബോഡിയായിട്ട്, നമ്മൾ ഈ ദിവസങ്ങളിൽ ബൈഹാർട്ട് പഠിച്ച വചനങ്ങളാണ്. എഫെസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15 to 20, 21, 22 വരെ പഠിക്കുമ്പോൾ ഏക ശരീരമായിട്ട് തന്നിൽ ഒരേ പുതുമനുഷ്യനായിട്ട് സൃഷ്ടിച്ച് ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ച ഈ കൂട്ടർ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രത്യേകമായ കാര്യം മനസ്സിലാക്കണം. ഒന്ന് ഇന്റലക്ച്വൽ ഫെയ്ത്ത്. ഇതിന് ഡിഫറൻസ് മനസ്സിലാക്കണം. ഒന്ന് ഇന്റലക്ച്വൽ ഫെയ്ത്ത്, മറ്റൊന്ന് സേവിങ് ഫെയ്ത്ത്. ഇന്റലക്ച്വൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ചരിത്രപരമായിട്ട് അറിയുകയും ത്രൂ ബൈബിളിൽ കൂടെ തന്നെ, വേദപുസ്തകത്തിൽ കൂടെ തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ. അവൻ അനാദിയിൽ അസ്തിത്വമുള്ളവരായിരുന്നു, അവൻ ദൈവമായിരുന്നു, മനുഷ്യനായിട്ട് അവതരിച്ചു, അവൻ തന്നെയാണ് സകലം സൃഷ്ടിച്ചത്. അമ്മേ സ്തോത്രം. കന്യാജന്മം മറിയിൽ അവന് പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി 33 വയസ്സ് ഇവിടെ ഭൂമിയിലായിരുന്നു. അവൻ പാപപരിഹാരമായിട്ട് അമ്മേ സ്തോത്രം അവൻ പ്രായശ്ചിത്തമായി തീർന്നു. മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു, മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി അവൻ വീണ്ടും വരും. ഇതെല്ലാം ചരിത്രപരമായൊരു ട്രൂത്താണ്, ആബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷെ ഇത് ബുദ്ധിയിൽ മാത്രം ഇരുന്നാൽ ഇതിനെ പറയുന്ന പേരാണ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്. ഇതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. മറ്റൊന്നാണ്, ഇങ്ങനെ ഇന്റലക്ച്വൽ ഫെയ്ത്തിൽ കൂടെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി അതേ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വാക്യങ്ങളിൽ കൂടെ തന്നെ അടിസ്ഥാനപ്പെടുത്തി നാം ആരാണ്. ഒന്നാം മനുഷ്യനായ ആദാം ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും അവന്റെ അനുസരണക്കേടിനാൽ അവന്റെ സന്തതികളായി നമ്മെ എല്ലാവരെയും വിളിക്കുന്നത് അനുസരണക്കേടിന്റെ മക്കളെന്ന്. ദ ചിൽഡ്രൻ ഓഫ് ഡിസോബീഡിയൻസ്. നമുക്ക് ഡിസോബേ ചെയ്യാനേ സാധ്യമുള്ളൂ. ഡിവൈൻ ലോയെ അനുസരിക്കേട് കാണിക്കാനേ നമുക്ക് സാധ്യമുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുറമെ കാണത്തക്കവിടെ നല്ലതെന്ന് തോന്നും. പക്ഷെ അതിന്റെ പുറകിലൊക്കെ ഒരു സെൽഫ് ഡിസയർ ഉണ്ടാവും. അത് എക്സ്പോസ് ചെയ്യുമ്പോൾ മാത്രമേ നാം അതിനോട് എതിർക്കുള്ളൂ. അതാണ് പോൾ പറയുന്നത്, മോഹിക്കരുതെന്നൊരു കൽപ്പന തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കൽപ്പന വന്നപ്പോൾ എന്നിൽ വസിക്കുന്നതായ പാപം എന്ന ശക്തി എന്നിൽ തന്നെ സകലവിധ മോഹത്തെ ജനിപ്പിച്ച് ഈ പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് എന്നെ മരണവിധേയമാക്കി കളഞ്ഞു. പ്രമാണം ശരിയാണ്, പക്ഷെ എന്നിലിരിക്കുന്ന പാപമാണ് കുഴപ്പം. ഇതിനു വേണ്ടിയാണ് കർത്താവ് പാപപരിഹാരമായി തീർന്നത്. ഇതിനു വേണ്ടി വേറെ ആർക്കും പ്രായശ്ചിത്തമായി തീരുവാൻ സാധ്യമല്ല. ഏതെങ്കിലും മതസ്ഥാപകർ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിവൈൻ ജസ്റ്റിസ് അത് സാറ്റിസ്ഫൈഡ് അല്ല. അവരാരും തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല, പാതാളത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. യേശു ക്രിസ്തു മാത്രമേ പാതാളത്തിൽ പോയി മാനവജാതിക്ക് പകരമായി അവന്റെ പ്രാണനിലും ആത്മാവിലും ശിക്ഷ അനുഭവിച്ചുകൊണ്ട്, മരണം അനുഭവിച്ചുകൊണ്ട് മടങ്ങി വന്നിട്ടുള്ളൂ. ഇതാണ് ക്രിസ്തുവിന്റെ ഗ്രേറ്റ്നസ്. മറ്റൊരു മതസ്ഥാപനത്തിനു വേണ്ടി അവർ ക്രൂരമായി കൊല്ലപ്പെട്ടവരുണ്ട്. അവർക്ക് പാതാളത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ആരും പാതാളത്തെ ജയിച്ച് തിരിച്ചു വന്നിട്ടില്ല. സ്തോത്രം. അങ്ങനെ അവർ ഒരേ ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ച് അടുത്തൊരു സ്റ്റെപ്പാണ് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടുക. അത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെ അന്ത്യത്തോളം മഹിമയുടെ മുമ്പിൽ നിർത്തുവാൻ യോഗ്യരാക്കി നിർത്തുക.
ഇത്തരം ഡ്യൂട്ടിയാണ് ക്രിസ്തുവിനോട്. ഇതിൽ പെടുന്നവരെയാണ് ദൈവസഭ എന്ന് വിളിക്കുന്നത്. അവരാണ് ദൈവത്തോടു കൂടെ വാഴുവാൻ പോകുന്നത്, ക്രിസ്തുവിൻ്റെ കൂടെ വാഴുവാൻ പോകുന്നത്. ഇത് നിസ്സാരമായൊരു സംഭവമല്ല. അപ്പോൾ നമ്മൾ വിശ്വാസം എന്നൊരു കാര്യത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്റലക്ച്വൽ ഫെയ്ത്ത്, നാം ഇന്റലക്ച്വൽ ഫെയ്ത്തിലാണോ സേവിങ് ഫെയ്ത്തിലാണോ നമുക്ക് എപ്പോഴും അറിയുന്നത്? നമ്മുടെ മുമ്പിൽ ഒരു ടെംപ്ടേഷൻ വരുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഒരു പരിശോധന കടന്നു വരുമ്പോൾ, നമ്മുടെ വിശ്വാസം പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് തന്നെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് സഹിക്കാവുന്ന വിധത്തിലുള്ള പരിശോധനകൾ, പരീക്ഷകൾ അനുവദിക്കുന്നത്. നമുക്ക് സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ തരികയില്ല ഒരിക്കലുമില്ല. അത് വ്യക്തമായിട്ട് 1 Corinthians chapter 1:15 പറഞ്ഞിരിക്കുന്ന, chapter 10 verse 15 പറഞ്ഞിരിക്കുന്നത്, പരീക്ഷയോട് കൂടെ നീക്കുപോക്ക് തരും. പരീക്ഷ നമ്മൾ തകർക്കുവാനല്ല, നമുക്ക് സഹിക്കാവുന്ന പരീക്ഷയെ അനുവദിക്കുകയുള്ളൂ. അത് കൂടെ ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ട്. നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഓർഗനൈസ് ചെയ്യും എസ്കേപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ആശ്രയിക്കും തളർന്നു പോകാതെ, നിനക്ക് സഹിക്കാവുന്നതേ പരീക്ഷ അനുവദിച്ചിട്ടുള്ളൂ. എൻ്റെ കർത്താവിനെ സ്നേഹിക്കോട് ഞാൻ തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഏതൊരു പരിശോധന വന്നാലും പരീക്ഷ വന്നാലും അവിടെ ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ് സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമ്മെ കൂടാതെ അല്ല അവർ രക്ഷിക്കുന്നത്, നമ്മെ യൂസ് ചെയ്യത്തക്ക വേണം നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ഇന്റലക്ച്വലേക്ക്, പെർട്ടിക്കുലറായിട്ട് പറഞ്ഞ നമ്മുടെ ഇന്റലക്ച്വലേക്ക് ഒരു പ്രേരണ തരും. ചിലപ്പോൾ ദൈവവചനമായിരിക്കും ഓർപ്പിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് വിശ്വസിക്കുക, അത് നമ്മുടെ ഡ്യൂട്ടി. ആ വിശ്വസിക്കുന്ന സമയത്ത് അവന്റെ പുനരുദ്ധാന ശക്തി നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ റീസ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഏവരും തന്നെ ഇത് അനുഭവിക്കുന്നവരാണ്. പക്ഷെ അവിടെ കൊണ്ടായില്ല, ഇനി മുന്നോട്ട് പോകുവാനുണ്ട്. അത് ഞാൻ പറഞ്ഞു തീർക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഒന്ന് വായിക്കാം. 2 Peter, ഞാൻ ഇന്ന് ക്ലാസ്സിന് മുൻപ് ഒന്ന് പറഞ്ഞു തരുന്നു. 2 Peter chapter 1 എന്ന് എടുത്തോളൂ, ബൈബിൾ എടുത്ത് വെച്ചിരിക്കുന്നവര്. പറഞ്ഞ് തന്റെ മഹത്വത്താലും വീര്യത്താലും എന്നാണ് പറഞ്ഞത്. തന്റെ മഹത്വത്തിലേക്ക് എന്നാണ് ആക്ച്വലി അതിന്റെ മീനിങ് വരുന്നത്. വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമ്മൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നതാണ് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും, സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ. എങ്ങനെയാണ്? തന്റെ മഹത്വത്തിലേക്ക്, തന്റെ വീര്യത്തിലേക്ക് വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, എക്സ്പീരിയൻസ്. അത് എങ്ങനെ വരുന്നത് പറയാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ഇടവരുന്നു. അതെങ്ങനെ നടക്കുന്നതെന്ന് പറയാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ശ്രദ്ധിക്കണം, സകല ഉത്സാഹവും കഴിച്ച്. എന്താ അതിന്റെ പ്രോമിസ് പറഞ്ഞിരിക്കുന്നത്? അവയാൽ, എങ്ങനെ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി തന്റെ പരിജ്ഞാനത്താൽ ഭൗതികമായ ആവശ്യങ്ങളോ ആത്മീയമായ ആവശ്യങ്ങളോ എല്ലാം തന്നെ ഫ്രീ ഓഫർ ആണ്. ഫ്രീ ഓഫർ. നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആശ്രയിക്കുക, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിൽ ആശ്രയിക്കുക. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, ഉയർത്തെഴുന്നതിന് ശേഷം യേശു ഒരു ഓഫർ തരികയാണ്. നിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ആണ്. നിനക്ക് ഡിവൈൻ ലോയെ അനുസരിപ്പാൻ സാധ്യമല്ല. നന്മത്തൊരുമ നിനക്ക് തിരിച്ചറിയാം. പക്ഷേ നിന്നിൽ വസിക്കുന്ന പാപം, തിന്മ ചെയ്യാനാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. നീ അത് ചെയ്യുന്നത്. അഥവാ നീ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത് തന്നെ നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്. ഡിവൈൻ ലോ അത് സമ്മതിക്കുകയില്ല. ഡിവൈൻ ലോയുടെ ക്രീം എന്ന് പറയുന്നത് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് ആണ്. അതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ഓഫർ തരികയാണ്. നീ എന്നെ നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ സോളിന്റെ ഹസ്ബൻഡായി സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്റെ സോളിനെ ഉപയോഗിച്ച് നിനക്ക് ശക്തമായ പ്രേരണകൾ നൽകി. നമ്മുടെ ഫിലിപ്പിലേഖനത്തിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ശക്തമായ പ്രേരണ നൽകുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്നത്. ആ പ്രേരണയെ അനുസരിക്കുന്നതിനെയാണ് ഈ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്.
എത്ര പേര് അനുഭവിക്കുന്നത് എനിക്കറിയില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് ഗോസ്പൽ. സ്തോത്രം. ഇന്റലക്ച്വൽ ഫെയ്ത്തിൽ വസിച്ച് ഐസ് ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉപകാരമായി വരുന്നില്ല. അതിൽ കൂടെ നാം ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നമ്മുടെ ടോട്ടൽ ഓണർഷിപ്പിന് ഹാൻഡ് ഓവർ ചെയ്ത്, ലോർഡ് എന്നെയും എനിക്കുള്ള സകലത്തിൻ്റെയും ഓണർഷിപ്പ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് എല്ലാവരും സമ്മതിക്കും, ഇഷ്ടമുള്ള കാര്യമല്ലേ? എന്നിട്ട് നമ്മളിലുള്ള കുറവ് നമ്മളുടെ സെൽഫിനെ റിവീൽ ചെയ്ത് തരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാനാണ് എല്ലാവർക്കും മടി അല്ലെങ്കിൽ ഭയം. ഞാനിതിന് വിട്ട് കളഞ്ഞാൽ മരിച്ചു പോകുമോ? എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? നീ ആശ്രയിച്ച് നോക്ക്. ലോർഡ് ഞാൻ ബലഹീനമായി സമ്മതിക്കുക. ഐമാവസിലേക്ക് പോയ സഹോദരന്മാരുടെ കാര്യം ഒന്ന് ചോക്ക്. കർത്താവ് അവർ തള്ളിക്കളഞ്ഞോ? അവരെ റിബ്യൂക്ക് ചെയ്തു. ന്യായപ്രമാണം ചെയ്തിരിക്കുന്ന ഒക്കെയും വിശ്വസിക്കാത്ത ബുദ്ധിഹീനരെ എന്നാണ് വിളിച്ചത്. എന്നിട്ട് അത് തള്ളിക്കളഞ്ഞില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒന്നൊന്നായിട്ട് സ്റ്റെപ്പായിട്ട് അവർക്ക് വിവരിച്ചുകൊണ്ട് അവർ കൂടെ നടന്നു. അവിടെ കണ്ടു നിരോധിച്ചിരുന്നു. എന്താ? അവർക്ക് പരിജ്ഞാനക്കുറവായിരുന്നു. ഈ യേശു തന്നെയാണെന്ന് മശിയ എന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഡിമാൻഡ് വല്ലഭിതന് ഈ റോമന്റെ അടിമത്തിൽ നിന്നുള്ളൊരു മോചനമായിരുന്നു. അവർ സോൾ ആഗ്രഹിച്ചത് കഷ്ടതയിൽ നിന്നുള്ളൊരു വിമോചനമാണ്. വിശ്വാസികൾക്ക് സംഭവിച്ചത് തന്നെയാണ്. നമ്മുടെ സോളിന്റെ ഡിസയർ എന്ന് പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നത് ഇഷ്ടമേ അല്ല. ഞെരുക്കമുള്ള പാത നമ്മുടെ സോൾ ഇഷ്ടപ്പെടുന്നില്ല. വിശ്വാസിയായാലും പാസ്റ്റർ ആയിരുന്നാലും എത്ര അഭിഷേകമുള്ളവനായിരുന്നാലും ഞെരുക്കമുള്ള പാത നമ്മുടെ സോൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനാണ് നമ്മുടെ സോളിനെ ക്രൂശിക്കേണ്ട ആവശ്യം. നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾ ക്രൂശിക്കേണ്ടത് ആവശ്യം. അത് പറഞ്ഞിരിക്കും, നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയാൽ നിങ്ങൾക്ക് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരാം. അത് എങ്ങനെ നടക്കുന്നു എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, by exercising faith, the virtue അല്ലെങ്കിൽ the Christian energy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീര്യം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എനർജി. ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന മുഖാന്തരം, ഫോർ എക്സാമ്പിൾ ഒരു ടെംപ്ടേഷൻ വന്നു, ഞാനൊരു പരീക്ഷയിൽ അകപ്പെടുകയാണെങ്കിൽ അവിടെ എനിക്ക് ഓവർകം എന്നെ കൊണ്ട് തന്നെ സാധ്യമല്ല. അവിടെ ഞാൻ ലോകത്തിന് നാനാ ഓഫർ വരുന്നുണ്ട്. ലോകത്തിന് നാനാ ഓഫർ വരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഡിമാൻഡുകൾ വളരെ ശക്തമായി നിൽക്കുകയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ മുമ്പിൽ വന്നു. അതേ സമയത്ത് വേണ്ടത്ര ഫ്രീ ഓഫറുകൾ വരും. ക്രെഡിറ്റ് കാർഡ് ഓഫർ, ഫ്രീ ലോൺ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഓഫർ. ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവ് നീ എൻ്റെ രക്ഷയാണ്, നിന്റെ മഹത്വത്തിലേക്ക് വീര്യത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്ന നീ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആത്മീയം ഭൗതികമായത് ഫ്രീ ഓഫർ ആണ്. അപ്പൊ ഞാൻ അവിടെ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ പുനരുദ്ധാന ശക്തി എന്നിൽ വന്ന് എൻ്റെ ആവശ്യം ഏതാണോ അതിന് ആവശ്യത്തിനനുസരിച്ച് നടത്തുകയും, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ രോഗം കൊണ്ട് ശരീരം ക്ഷീണിക്കുകയാണ്. എത്രയോ പ്രാവശ്യം രോഗം, മരണം എത്രയോ പ്രാവശ്യം ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നല്ല. മരണം ഒന്ന് നമ്മുടെ സോളിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരത്തിന് ഫീൽ ചെയ്യുമ്പോൾ, നിനക്ക് വേൾഡിലായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഓപ്പൺ ആണ്. അതാ പറഞ്ഞത്, ലോകത്താൽ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണെങ്കിൽ എന്ത് ചെയ്യണം? നിന്നിൽ ക്രിസ്തു റീപ്ലേസ് ആകണം. ആ രോഗത്തിന്റെ വിഷയം വരുമ്പോൾ നിന്റെ വീക്ക്നെസ് അല്ല നിനക്ക് മനസ്സിലാവും. ഒരു ചെറിയ തലവേദന വന്നാൽ ബ്രെയിൻ ട്യൂബറാണ് തോന്നിപ്പോവും. ചെസ്റ്റിന് ഒരു പെയിൻ വന്നാഹോ ബ്ലോക്കുകളാണ്. ഇങ്ങനെ പല ചിന്ത ശത്രു കൊണ്ടിടും. അവിടെയാണ് നീ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ ആശ്രയിക്കുമോ ഇല്ലയോ എന്നറിയുന്നത്. അവിടെ നിന്റെ ബലഹീനതകൾ, നിന്റെ പേഴ്സണൽ സ്വഭാവങ്ങളാണ് ആദ്യം വെളിപ്പെടുക. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരിക. ഇങ്ങനെയാണ് നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കാത്തോടത്തോളം നമ്മൾ ജസ്റ്റിഫിക്കേഷൻ നടക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പ് നീതീകരണം നടക്കുകയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ വിശ്വാസം രക്ഷിക്കുന്നു പറഞ്ഞ വിശ്വാസമല്ല നമ്മൾ രക്ഷിക്കുന്നത്, വിശ്വാസത്താൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. ഇപ്പൊ നമുക്ക് അനേക വാക്യങ്ങൾ ഓർമ്മ വരും. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ വിശ്വാസമാണ് രക്ഷിച്ചത്, കർത്താവാണ് രക്ഷിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്യങ്ങൾ കോട്ട് ചെയ്യാം. നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. പല പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസമാണ് രക്ഷിക്കുന്നത്, വിശ്വാസത്താൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്.
ശരിക്കും ചിന്തിച്ചു നോക്കുമെന്ന്. ക്രിസ്തുവാണ് നമ്മൾ രക്ഷിക്കുന്നത്. അപ്പൊ രോഗത്തിന്റെ വിഷയം വരുമ്പോ കർത്താവേ എനിക്ക് മരണഭീതി വരുന്നുണ്ട്. അപ്പൊ വാക്യങ്ങൾ വരും. ഗസ്കാവിന് അത്തിപ്പഴം കൊണ്ട് കുശുവ് കേൾക്കില്ലോ. പുതിയ നിയമത്തിൽ രോഗി ആയില്ലോ, പർവാദിവസം രോഗിയായില്ലയോ? ഏലിശ മനകരമായ രോഗം ബാധിച്ചില്ലയോ? അനേക ചിന്തകൾ തുടർന്ന് വരും. അതിന് പറ്റിയതായി ശുശ്രൂഷകന്മാരും അടുത്ത് വരും. അവിടെ നീ ആശ്രയി കർത്താവ് നിന്റെ പുനരുദ്ധാന ശക്തി, ഇതിനെനിക്ക് ഓവർകം ചെയ്യാതെ എനിക്ക് പുനരുദ്ധാന ശക്തി ആവശ്യമുണ്ട്. നിന്നെ തന്നെ എനിക്ക് ആവശ്യമുണ്ട്. രോഗസൗഖ്യമല്ല എനിക്ക് ആവശ്യം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ സെൽഫിനെ ടോട്ടൽ ക്രൂസിഫൈ ചെയ്ത് അവിടെ ക്രിസ്തുവിനെ ആശ്രയിക്കുക. ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റ ശക്തി നിന്റെ ശരീരത്തിലേക്ക് പകരും, നിന്റെ രോഗസൗഖ്യമാകും. അപ്പൊ രോഗസൗഖ്യം ഒരു ഉപദേശമായിട്ടല്ല പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. പല പ്രാവശ്യം ഞാൻ മരണത്തെ അഭിമുഖം ചെയ്തിട്ടുള്ള, എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പലരുടെയും രോഗം വഹിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊളോസ്യർ ചാപ്റ്റർ 1:24 പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചുകൂടി അഡ്വാൻസായ കാര്യങ്ങൾ പിന്നീട് പറയാം. സൺഡേ മെസ്സേജിൽ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യമാണത്. അപ്പോൾ വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ എനർജി, ക്രിസ്തുവിൻ്റെ എനർജി തന്നെ നമ്മൾ കൂടെ റിലീസ് ആവണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, രോഗസൗഖ്യം കാര്യം മാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എത്തൊരു വിഷയമോ നമ്മൾ ശത്രുവിൻ്റെ മുമ്പ് ദുഷ്ടശക്തികൾ നമ്മളോട് പോരാടിയാൽ നമുക്ക് സ്വയമായിട്ട് അവൻ ജയിക്കാൻ സാധ്യമല്ല. അതൊക്കെ നിങ്ങളുടെ തോന്നൽ, അത് ക്രൂശിൽ അതെല്ലാം കീഴ്പ്പെടുത്തിയതാ, വാഴ്ചകളെ അധികാരങ്ങളെ കീഴ്പ്പെടുത്തി അവയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ശത്രുവാണ് നിനക്ക് അത്ര ചിന്തകൾ തരുന്നത്. യേശു ക്രിസ്തുവിനെ എല്ലാം കീഴ്പ്പെടുത്തിയതുപോലെ നീ ക്രിസ്തുവിൽ ആശ്രയിച്ച് നീ കീഴ്പ്പെടുത്തണം. അപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് സേട്ടാൻ പറഞ്ഞു അവനിൽ ഒരു കുറവില്ല. കർത്താവിനെ പറഞ്ഞെന്താ? പ്രഭു, ഈ ലോകത്തിന്റെ പ്രഭു ആയിരുന്നു, അവനും എനിക്ക് കോമൺ ആയിട്ട് ഒന്നും തന്നെയില്ല. സേട്ടാൻ പറയണം ഇവന് എനിക്കുള്ളതിലൊന്നുമില്ല. ഇതെങ്ങനെ നടക്കണം? ക്രിസ്തു നമ്മളിൽ പരിപൂർണനാകണം. ഇതിനെയാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റും ചർച്ച് എന്ന് പറയുന്നത്. ഓരോരോ റിലേഷനുമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുവാനുള്ള ഓഫർ, ഫ്രീ ഓഫർ, അതിനാവശ്യമുള്ള ഭൗതിക ആത്മീയമായ സകലത്തിന്റെ ഫ്രീ ഓഫർ ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് ഓഫർ തരുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് വായിച്ചത് വേഴ്സ് 3. അപ്പൊ വിശ്വാസത്തോട് വീര്യം, അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിജ്ഞാനം വരും. ആ കർത്താവിനെ ആശ്രയിച്ചാൽ അവന്റെ ശരീരം, അവന്റെ പുനരുദ്ധാന ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ ശബ്ദം ലൈവായിട്ട് കേൾക്കുന്ന ഏവരും അത് അനുഭവിച്ചിട്ടുള്ളതാ. പിന്നെ എന്തിനാ പിന്മാറുന്നത്? അപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിരിക്കുന്ന അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ നാൾ നിന്നെ രക്ഷിച്ച ദൈവം, കഴിഞ്ഞ നാൾ നിനക്ക് പുനരുദ്ധാന ശക്തി തന്ന് നിന്നെ റിലീസ് ചെയ്ത ദൈവം, അവൻ പോയിട്ടില്ല, അവൻ നിന്നിൽ തന്നെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈപ്പിടിച്ച് നടത്തും. എൻ്റെ ഉള്ളം കൈ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. എൻ്റെ കൈ പിടിച്ച് പറിക്കുന്നവന് ആരുമില്ല. അങ്ങനെ വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ചെയ്യാം. ഇതൊക്കെ കാര്യങ്ങളാണ് ഇന്ദ്രിയ ചെയ്യാം. ലോകത്തിലുള്ള മോഹത്തോട് നമുക്ക് കുറച്ച് അത്ര അറ്റാച്ച്മെന്റ് തോന്നാതെ വരുന്നത്. ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ. ഇവയുണ്ടായാൽ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തൊരു നിഷ്ഫലന്മാരുമാകുകയില്ല. പലർക്കും സംഭവിച്ചു പോകുന്നതാ. ഞാൻ പ്രയർ മീറ്റിംഗിന് സമയത്തെ പറഞ്ഞതാണ്. പലരും മടുത്തു പോയിരിക്കുന്നു. ഇതുണ്ട്, നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്, നിരാശപ്പെടുന്ന ഫോഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ മടുത്തു പോകാതിരിക്കണം. എന്ത് ചെയ്യണം? വിശ്വാസത്തോട് വീര്യം. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇന്റലക്ച്വൽ ഫെയ്ത്ത് പ്രസംഗിക്കുകയാണ്. നമ്മുടെ ക്രിസ്തു സോഷ്യൽ വെൽഫെയർ സെന്റർ അല്ല. നിന്റെ രോഗം മാറ്റുവാനോ നിന്റെ കഷ്ടത മാറ്റുവാനോ അല്ല. നിന്നിൽ പുനരുദ്ധാന ശക്തി വരണം. ക്രിസ്തു നിന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അനേക ഉപദേശങ്ങളുള്ളതാണ്. അപ്പൊ ഇതെല്ലാം മുറുകെ പിടിക്കുക. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഉത്സാഹം മതി എന്ന് പലപ്പോഴും നമ്മൾ കൃത്യം പറഞ്ഞു പോകും. ഇങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ വെറുതെയല്ല പ്രസംഗിക്കുന്നത്, ആത്മാവിൽ വിവേചിച്ച് തന്നെയാണ് പ്രസംഗിക്കുന്നത്. യൂട്യൂബിൽ കേൾക്കുന്നത് വിചാരിക്കുന്നത് ഞങ്ങളോടാണോ? അങ്ങനെ അനുഭവമുള്ളവർക്ക് അത് അങ്ങനെ അനുഭവിക്കും. ക്രിസ്തീയ ഞെരുക്കമുള്ള പാതയിൽ മുന്നോട്ട് പോകുന്നോറും വൈഡായിട്ടല്ല വരുന്നത്,
വളരെ ക്ലോസ് ആയിട്ട് വരുന്നത്. ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് മുള്ളുകൾ, കുത്തുവാക്കുകൾ, ദുഷ്ടന്റെ തീയമ്പുകൾ, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങൾ. ഇതെല്ലാം അനുഭവിച്ച് ഇവയെ കർത്താവിൽ ആശ്രയിച്ച് ജയിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് ദെയർ. ഇന്നും സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണമുണ്ട്, കുത്തുവാക്കുകളുണ്ട്, ബാക്ക് ബൈറ്റിംഗ് ഉണ്ട്. അവിടെ ദുഃഖിക്കാനല്ല കർത്താവേ, നീ ഈ വഴിയിൽ കൂടെ ഒക്കെയും എനിക്ക് മുന്നിൽ നടന്ന ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ ആണ്. നീ മുന്നിൽ കൂടെ എനിക്ക് മുൻപേ നടന്നവരാണ്. ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. നീ എൻ്റെ രക്ഷ, നീ എൻ്റെ നീതീകരണം, നീ എൻ്റെ വീണ്ടെടുപ്പ്, നീ എൻ്റെ സമാധാനം. ഇങ്ങനെ നാം അവനിൽ ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പുനരുദ്ധാന ശക്തി നമുക്ക് ഡേ ബൈ ഡേ, ഇൻസ്റ്റൻസ് ബൈ ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് തരും. അങ്ങനെയാണ് നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുന്നത്. ഇതാണ് ബൈബിൾ നമുക്ക് ഓഫർ തരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഫെയ്ത്തിൽ തന്നെ കുഴഞ്ഞു നിൽക്കുകയാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ വ്യാപരിക്കുന്ന സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മനസ്സിലായോ? വിശ്വാസത്തോട് നമുക്ക് വീര്യപ്രവൃത്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്നതല്ല, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മിൽ കൂടെ വെളിപ്പെടുന്നുണ്ട് ഇല്ലയോ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സേവിങ് ഫെയ്ത്തിന്റെ മാർഗത്തിലാണ്. അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കർത്താവെ നീ മരിച്ചെന്നുയർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനിടയ്ക്ക് ഒരു സൂത്രം നിൽക്കുന്നുണ്ട്, നിന്റെ ഒരു സെൽഫ് ഡിസയർ നിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മ നിന്നെ കമ്പൽ ചെയ്യുന്നത് നിന്റെ സ്വസ്നേഹം, ആ സെൽഫ് ഡിസയറിനെ ത്യജിക്കുക, ലോകത്തിലുള്ള ആശ്രയത്തെ ത്യജിക്കുക. നിനക്ക് വേണ്ടി സകലത് ചെയ്യുവാൻ കഴിവുള്ളവനായി ക്രിസ്തുവിൽ ഉയർത്തെന്ന് വെച്ചാൽ വേറൊരുവന് വേണ്ടി നിന്റെ സോളിനെ വിട്ടുകൊടുക്കുക. നിനക്കുള്ളതിൻ്റെയും ഓണർഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുക. ഇതിനെ പറയുമ്പോൾ നിങ്ങൾ വെർബലായിട്ട് അംഗീകരിക്കും, ശരിയാ കർത്താവേ ഞാൻ 100% താഴ്ത്തി ഏൽപ്പിക്കുന്നു. പറഞ്ഞതുകൊണ്ടായില്ല, നമ്മൾ വീക്കാണ്. ട്രയൽസിന്റെ മുമ്പിൽ നമ്മൾ പിന്മാറിപ്പോകുന്നവരാ. ഞാൻ പറഞ്ഞല്ലോ, ഏതൻ തോട്ടം തുടങ്ങി നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്, ഈവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുവാനാണ്. ആസ് ലോങ് ആസ് നമ്മളിൽ ഫ്ലഷ് ഉള്ളിടത്തോളം, ഈ ജഡമെന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി നമ്മളിൽ ഉള്ളിടത്തോളം നാം ക്രിസ്തുവിനെ കൂടാതെ വാഴുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇതിനാണ് നമുക്ക് ഈ ജഡത്തെ ക്രൂശിച്ചിടേണ്ട ആവശ്യകത. ലോർഡ് പ്ലീസ് ഹെൽപ്പ് മീ, എനിക്ക് നിന്നെ വേണം. വിശ്വാസത്തോടെ എനിക്ക് വീര്യം എന്നിൽ കൂടി വരണം. ക്രിസ്ത്യൻ എനർജി എന്നിൽ കൂടി വരണം. ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ പോകുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, അത്ഭുതങ്ങൾ അടയാളം നടത്തുന്ന പ്രവൃത്തിയല്ല പറഞ്ഞത്. എന്നിലുള്ള ബലഹീനത മാറിയിട്ട്, എന്നിലുള്ള ലോകസ്നേഹം മാറിയിട്ട്, എന്നിലുള്ള സെൽഫ് ഡിസയേഴ്സ് മാറിയിട്ട്, സെൽഫ് ലവ് മാറിയിട്ട് ഉയർത്തെന്നിട്ട് നീ എന്നിൽ വെളിപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് മരണത്തെ ജയിക്കാൻ പറ്റും, രോഗത്തെ ജയിക്കാൻ പറ്റും, ശത്രുവിൻ്റെ തീയമ്പോൾ കെടുത്താൻ പറ്റും. സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കും. ദൂഷണം മാറിപ്പോയാലും ദൂഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പക്ഷെ യു ക്യാൻ ഓവർകം ദാറ്റ്. ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ സഭ അനുഭവിച്ച മാർഗം. പിൽക്കാലത്ത് വന്ന എല്ലാം സോഷ്യൽ വെൽഫെയർ സെൻ്ററായി. ഭൗതികമായ കാര്യങ്ങള്, അനുഗ്രഹങ്ങളും ഭൗതിക കാര്യങ്ങളെ സൗഖ്യങ്ങളും, അല്ലെങ്കിൽ സ്വസ്ഥ സമാധാനത്തോടുള്ള ജീവിതം, അത് നമ്മുടെ പ്രാണന്റെ മോഹമാണത്, നമ്മുടെ ആത്മാവിൻ്റെ ഇച്ഛ അതല്ല. കുറെ പുത്രന്മാർ പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ഇതായിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞു വന്നത് ഈ നമ്മുടെ രക്ഷയുടെ ഒരു കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത് സേവിങ് ഫെയ്ത്ത്. വിശ്വാസത്താൽ വീര്യം നമ്മളിൽ വെളിപ്പെടണം, ക്രിസ്ത്യൻ എനർജി വെളിപ്പെടണം, അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തി തന്നെ, ക്രിസ്തു തന്നെ നമ്മളിൽ വെളിപ്പെടണം. അത് വിശ്വാസത്താൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ സേവിങ് പാത്ത്. അല്ലെങ്കിൽ അത് വെറും ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്, അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. നീ 1000 പ്രാവശ്യം പറഞ്ഞാലും, മല കയറിയാലും, എന്തെല്ലാം ത്യാഗം സഹിച്ചാലും, എന്തെല്ലാം ഉത്സവം ക്രിസ്തുമസിന് 10 കേക്ക് മുറിച്ചാലും ഒരു കാര്യമില്ല. നിന്റെ സെൽഫിനെ നീ റിനൗൺസ് ചെയ്യുവാൻ, ക്രൂശിക്കാൻ തയ്യാറല്ലാത്തോളം ക്രിസ്തു തൻ്റെ സിംഹാസനം നിന്റെ സോളിൽ നിന്റെ ഷെയറുമായിട്ട് ഷെയർ ചെയ്യുന്നവനല്ല. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് മതി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഏത് പരീക്ഷയും നമ്മൾ തകർക്കുവാനല്ല, നമ്മളിലുള്ള വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ. അത് ജസ്റ്റ് അക്നോളജ് ഇറ്റ്.
ലോഡ് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ സ്വഭാവമുള്ള എൻ്റെ സ്വഭാവം ഇതാണ്. പ്ലീസ് ലോഡ്, എനിക്കിത് വേണ്ട, ഇതുകൊണ്ട് ചെയ്യുമില്ല, എനിക്ക് നിന്റെ പുനരുദ്ധാന ശക്തി വേണം. അവൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എന്തിനേയും നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്, അധികാരമുള്ളവനാണ്. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി ഭൂരാജാക്കന്മാരെ മാറ്റണമോ, വംശങ്ങളെ മാറ്റണമോ, ജാതികളെ മാറ്റണമോ? നീ ക്രിസ്തുവിനാണെങ്കിൽ അതപ്പുറം ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ഫ്രീ ഓഫറാണ്. പക്ഷെ കണ്ടീഷൻ ഇതായിരിക്കണം, ക്രിസ്തുവിൽ നീ വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളർന്ന ട്രാക്കിലാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് നിന്റെ വീക്ക്നെസ്, നിന്റെ സെൽഫ് ഡിസയേഴ്സ് അതാത് റിലേഷൻ വെളിപ്പെടുത്തുമ്പോൾ അതിനെ അംഗീകരിക്കുവാനും അതിനെ റിനൗൺസ് ചെയ്യാൻ തയ്യാറാണ്. ഇതിനെ കുറിച്ചാണ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്, ദ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന്. ഞാൻ എല്ലാ എപ്പിസോഡുകളും താഴെ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. PDF ഫോമിൽ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഹല്ലേലൂയ. അടുത്തൊരു സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കേണ്ടതാണ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ വിശ്വാസം എന്നത് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പിസോഡിൽ കാണാം, അതിന് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ദി ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ് ഏകദേശം 12 എപ്പിസോഡുള്ള ഒരു സീരീസ് തന്നെയുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ്, എന്താണ് ഇൻ്റലക്ച്വൽ ഫെയ്ത്ത്, എന്താണ് സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അനേകർ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ ഗോളത്തിൽ ഈ ഇൻ്റലക്ച്വൽ ഫെയ്ത്തിലാണ്. അവർക്ക് രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻ ഡെവലപ്പ് ചെയ്യണം. നിന്നിൽ ക്രിസ്തു ഉരുവാകണം. അപ്പോഴാണ് പോൾ പറയുന്നത്, ഞാനല്ല എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ചുമ്മാ പോള് പറഞ്ഞ വാക്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇന്ന് ഇവിടെ ആലപ്പുഴയ്ക്കടുത്ത് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി ചെയ്തവനും ആ വാക്യം പറയും. ഇവിടെ ഓട്ടോറിക്ഷകളുടെ പുറകിലൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ എത്ര എലിസബത്ത് പറയുന്ന വാക്യം വാഹനങ്ങളുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുക. കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നതിനും പറയും, പെരുമല തിരുമേൻ്റെ അടുത്ത് പോകുന്നതിന് ഈ വാക്യം പറയും. വാക്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതല്ല ഇൻ്റലക്ച്വൽ ഫെയ്ത്ത്. അത് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഈ ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡിഫറൻസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഡീപ്പായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സീരീസ് കാണാൻ. അടുത്തൊരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കുക. ഇത് നാമും പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് പെട്ടെന്നൊന്ന് എടുത്ത് വായിക്കാം. അധികം ലോങ് ക്ലാസ്സുകൾ ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ ഇത് ഗ്രഹിച്ചു പോകാൻ മുന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഫിലിപ്പൈൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. തുടങ്ങി വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇത് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അപ്പൊ രക്ഷ പ്രവൃത്തി കൂടാതെ എന്ന് പറഞ്ഞാൽ പറയുന്നു, അതിന് പ്രവർത്തിക്കേണ്ടത് എല്ലാം ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. ഇത് കാൽവിനിസംകാരുടെ ടീച്ചിങ് ആണ്. Once saved, always saved. ഇവിടെ പോൾ പറയാണ്, വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ. അതായത് നിങ്ങളെ സെപ്പറേഷൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നാമും പരിശുദ്ധാത്മാവും കൂടെ ചെയ്ത പ്രവൃത്തിയാണ്. അതാണ് ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ക്രിസ്തുമായിട്ടുള്ള ഓരോ റിലേഷനിലും നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും വീണ്ടും ജനത്തിന് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചതെന്ന്. നിങ്ങൾ ആ കാലത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീണ്ടും ജനം പ്രാപിക്കുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റ് സിൻ എന്നുള്ള മോചനം, ഒറിജിനൽ സിൻ എന്ന പാപം എന്ന ശക്തി എന്നുള്ള മോചനം, അത് അതിനുവേണ്ടിയാണ് അറ്റോൺമെന്റ് നടന്നത്. അത് നിങ്ങൾ യേശു വിശ്വസിക്കുന്ന സമയത്ത് അത് അബോളിഷായി, അവിടെ ക്രിസ്തു റീപ്ലേസ് ആയി. തുടർന്ന് നമുക്കൊരു ഒബീഡിയൻസ് വളരേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മനുഷ്യമായിട്ടുള്ള ദൈവത്തിന്റെ ഫസ്റ്റ് കവനന്റ് വാസ് ബേസ്ഡ് ഓൺ ഒബീഡിയൻസ്. ദൈവരാജ്യത്തിൽ ഡിസൊബീഡിയൻസിന് സ്ഥാനമില്ല. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, ഇരുട്ട് ഒട്ടുമില്ല. അവിടേക്കാണ് നമ്മൾ വിളിക്കുന്നത്.
നമ്മൾ ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നു. ഇതെല്ലാം കറക്റ്റാണ്. അതേ സമയത്ത് നമ്മളിലുള്ളതായിട്ടുള്ള കുറേ സെൽഫ് ഡിസയേഴ്സ് അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നെങ്കിൽ എന്താവും? നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവും. ആ ദിവ്യ സ്വഭാവം നമ്മളിൽ വരുവാനാണ് ഈ ഒരു പ്രോസസ്സ്, വർക്ക്ഔട്ട് യുവർ ഓൺ സാൽവേഷൻ എന്ന് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തും. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്തത്. അവർക്കറിയാൻ സാധിക്കും എങ്ങനെയാണ് പാപത്തെ വിട്ടൊഴിഞ്ഞതെന്ന്, എങ്ങനെയാണ് പാപത്തോട് അതുവരെയും എന്റർടൈൻ ചെയ്തിരുന്ന പാപത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നോ എന്തിൽ നിന്നായി തന്നെ എങ്ങനെയാണ് അവര് അതിൽ നിന്ന് വെറുത്തുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്ത് തള്ളിക്കളയ യാതൊരു മടിയില്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ക്രിസ്തുവിനെ സ്വീകരിച്ച് എങ്ങനെയാണ് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെളിപ്പെടുത്തി തന്നു. നരകത്തിന്റെ യാതന എന്താണെന്ന് വെളിപ്പെടുത്തി തന്നു. അതേ സമയത്ത് നീ അതിനെ റിജക്റ്റ് ചെയ്യുക, റിനൗൺസ് ചെയ്യാൻ തയ്യാറായ സമയത്ത് നിനക്ക് പകരമായി നീ അനുഭവിക്കേണ്ട ശിക്ഷ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിനെ അനുഭവിച്ചുകൊണ്ട് ആ ക്രൂശിന്റെ അനുഭവം നിനക്ക് വേണ്ടി എന്താണ് ദൈവപുത്രൻ ചെയ്തെടുത്തതെന്ന് നിന്റെ സോളിൽ വെളിപ്പെടുത്തുമ്പോഴാണ് നീ സ്നേഹത്തോട് നെടുമ്പാട് വീണ് ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കുന്നവരാണ് വീണ്ടും ജന്മം പ്രാപിക്കുന്നവര്. ഇത് അനുഭവിക്കാത്തവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ലോർഡ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് റിസീവ് മീ, ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നു എന്നൊന്ന് ഏറ്റു പറഞ്ഞ പക്ഷെ നിങ്ങൾ സെൽഫിനെ നിങ്ങൾക്ക് റിനൗൺസ് ചെയ്ത് കിട്ടുന്ന റിവീൽ ചെയ്ത് കിട്ടുന്നത്, വെളിപ്പെട്ട് കിട്ടുന്നത് അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഈ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത് നമ്മെ നമുക്ക് വെളിപ്പെടുത്തി തരിക. അത് നമ്മുടെ ഹ്യൂമൻ നേച്ചർ ആയിരിക്കാം, പാപസ്വഭാവങ്ങളായിരിക്കാം, ദീർഘക്ഷമയില്ലായ്മയായിരിക്കാം, കോപസ്വഭാവങ്ങളായിരിക്കാം, എടുത്തുചാട്ടമായിരിക്കാം, സഹോദര സ്നേഹമില്ലായ്മയായിരിക്കാം, വിശ്വാസക്കുറവായിരിക്കാം, അല്പവിശ്വാസമായിരിക്കാം, പിന്മാറ്റങ്ങളായിരിക്കാം. ഇങ്ങനെ 100 കണക്കിനുള്ള സെൽഫ് ഡിസയേഴ്സ് ഉണ്ട്. 100 കണക്കിന്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ഡിഫറെന്റ് ആണ്. അത് ചിലപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ നീക്കുകയില്ല. ലോകത്തിലുള്ള ആശ്രയം, ലോകത്തിലുള്ള കാട്ടുവളന്റെ കൂട്ടുകെട്ട്, വ്യാജ ഉപദേശങ്ങൾക്ക് ആശ്രയം, നമ്മുടെ സെൽഫിൽ നമ്മുടെ സോളിന്റെ ഇച്ഛകൾ, മോഹങ്ങൾ, സാറ്റിസ്ഫൈ കിട്ടുന്ന പ്രസംഗങ്ങൾക്ക് ഒരു ചായ്വ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നിനക്ക് അതിനോട് ചായ്വ് ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് തന്നെ വെളിപ്പെടുത്തി തരും. നിന്റെ മുമ്പിൽ ലോകമോഹങ്ങള് നിന്റെ മുമ്പിൽ റിവീൽ ചെയ്തിട്ട് നിനക്ക് അതിനോട് ചായ്വ് ഉണ്ടോ ഇല്ലയോ നിനക്ക് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെട്ട് കിട്ടുന്ന സമയത്ത് ലോർഡ് എനിക്ക് മനസ്സിലായി ഇതൊരു സാധനം എന്നിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. നോ, ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ മൈ സോൾ. എനിക്കിതിന് വേണ്ട, എനിക്കിവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യണം എന്ന് നീ പറയുമ്പോൾ അപ്പോൾ മാത്രം ആ പുനരുദ്ധാന ശക്തി നിന്നിലേക്ക് പകരും. അപ്പോൾ നീ അതിന് ജയിക്കും. ഇങ്ങനെയാണ് ജയിച്ചവരുടെ കൂട്ടത്തിലാകുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാല് കൊരിന്ത്യ ലേഖനത്തില് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7 വേഴ്സ് 2 ആണെന്ന് തോന്നുന്നു. ഒരു വാക്യം പറയുന്നുണ്ട്, 7:14 ആണ്. നിങ്ങൾ മുമ്പേ ഈ വാക്കാരായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ നീതീകരണം ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ വാക്യം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നത് ഓൾറെഡി സാങ്ക്ടിഫൈഡ് ആയെന്ന്. സോറി, ഇനിയോ അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് 1-ാം നൂറ്റാണ്ട് സഭയുടെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണതയിൽ ക്രിസ്തുവിന്റെ തലയോളം വളർന്നവരായിരിക്കും, അവരോടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് നടക്കുന്നതാണ്. ശരിക്കും മനസ്സിലാക്കുക. ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഫെയ്ത്തിനെ കുറിച്ച് കൂടുതൽ പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ സാങ്ക്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നാം ദൈവമായിട്ട് പരിശുദ്ധാത്മായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്.
വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിശ്വാസത്താൽ ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. വിശ്വാസമല്ല നമ്മൾ രക്ഷിക്കുന്നത്, വിശ്വാസത്താൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവാണ് നമ്മൾ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് First Corinthians chapter 1 and verse 3:30. First Corinthians chapter 1 നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക്, അതായത് ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും വിസ്ഡം, നീതിയും റൈഷ്യസ്നെസ്, ശുദ്ധീകരണവും സാങ്ക്ടിഫിക്കേഷൻ, വീണ്ടെടുപ്പുമായി തീർന്നു. ക്രൈസ്റ്റ് ഹിംസെൽഫ്, the person of Christ, he himself our wisdom. നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യാനുള്ള വിസ്ഡം അവൻ തന്നെയാകും. he himself is your righteousness. ഇതായ ശത്രു നിങ്ങളോട് വാദിക്കയില്ല. ഇത് മാറിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തികൾ നിങ്ങൾ നീതീകരിക്കാൻ നോക്കിയാൽ ഉടനെ ശത്രു നിങ്ങളുടെ മേൽ അവകാശം പറയും. But when you receive Christ, his person as your righteousness, ക്രിസ്തുവിനെ തന്നെ നിങ്ങളുടെ നീതീകരണമായിട്ട് നിങ്ങൾ അംഗീകരിച്ചാൽ ശത്രു വിറയ്ക്കും. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റവനാ. മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, സൈത്താനെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവന് അവന്റെ റൈഷ്യസ്നെസ് ചോദ്യം ചെയ്യുവാൻ ഒരു സൃഷ്ടിയില്ല. അവൻ തന്നെ നിങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞ സാങ്ക്ടിഫിക്കേഷൻ, ക്രൈസ്റ്റ് ഹിംസെൽഫ്, നോട്ട് ദ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, not the theory of Christ, but Christ personally. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അംഗീകരിച്ച് സ്വീകരിച്ചാൽ അവൻ തന്നെ നിങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തിനായിട്ട് വേർതിരിക്കും. He himself your redemption. ഈ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ലവണ്ണം എഴുതി വയ്ക്കുക. പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അംഗീകരിക്കുക. നിങ്ങളുടെ ഏതൊരു പ്രവർത്തിച്ച് വെള്ളം ബെസ്റ്റ് നിങ്ങൾക്ക് തരും. ഭൗതികമായിക്കോട്ടെ ആത്മീകമായിക്കോട്ടെ. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവനാണ് ക്രിസ്തുവിൽ വസിക്കുന്നവൻ. അവനാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ എല്ലാവർക്കും ഇത് ഒരേ അളവിലല്ല. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ വേർതിരിക്കുന്നതനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായിട്ട് ആ ജോയിന്റ് വെഞ്ചറിൽ നിങ്ങൾ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഈ പ്രവൃത്തി നിങ്ങൾ നടക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ധൈര്യം ചെയ്യാൻ വരുന്നുണ്ടോ, ബലഹീനത വരുന്നുണ്ടോ? കർത്താവ് എനിക്ക് മനസ്സിലേക്ക് ധൈര്യം കിട്ടുന്നില്ല, പ്ലീസ് നിന്റെ പുനരുദ്ധാന ശക്തിയിലേക്ക് പോര്. ആ എമ്മാവസിലേക്ക് പോയ സഹോദരന്മാരുടെ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. കർത്താവ് അവരെ റിബ്യൂക്ക് ചെയ്തെങ്കിൽ അവർ തള്ളിക്കളഞ്ഞില്ല, അവർ കൂടെ നടന്നു. അവരുടെ ബലഹീന നിന്നാൽ അവർക്കറിയാം. തോമസ്, ഞാൻ വിരൽ ഇട്ടല്ലാതെ, എൻ്റെ കൈ വിലാപ്പുറത്ത് ഇട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കർത്താവിനെ റിബ്യൂക്ക് ചെയ്തപ്പോൾ അവന് വിരലിടേണ്ടി വന്നോ? അവരാണ് ആദ്യമായിട്ട് എൻ്റെ ദൈവം എൻ്റെ കർത്താവുമായ എന്ന് വിളിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായിട്ട് ദൈവം എന്ന് വിളിക്കുന്ന അവനാ. 1 നൂറ്റാണ്ടിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്തയായിട്ട് മക്കളെക്കാരും പറയും അവരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചില്ല. പത്രോസ് യോഹന്നാന് കൂടെ, യോഹന്നാൻ ആദ്യം ഓടി പത്രോസ് അകത്ത് കിടന്നു, ചീരകൾ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അവനവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി. പക്ഷെ പുനരുദ്ധാന ശക്തിയോട് കൂടി ഉയർത്തെഴുന്നേറ്റെന്ന് അവരാരും വിശ്വസിച്ചില്ല. പക്ഷെ അവരെ കർത്താവ് തള്ളിക്കളഞ്ഞില്ലല്ലോ. പക്ഷെ ഇന്നത്തെ കണ്ടീഷൻ അതല്ല. അന്ന് പരിശുദ്ധാത്മ പൂർണ്ണ ശക്തിയോടെ വന്നിട്ടില്ലായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മ പൂർണ്ണ ശക്തിയോടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാചിച്ചാൽ ഉയരത്തുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് സേവിങ് ഫെയ്ത്ത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് വെറുതെ ഒരു തിയറി സ്ഥാപിക്കുവാനോ യൂട്യൂബിൽ ഒരു ക്ലാസ് ഇടുവാനല്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. വളരെ സീരിയസ് ആയൊരു വിഷയമാണത്. നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ല. ഇത് ഞാൻ പലരോടും പറഞ്ഞിട്ടും ഞങ്ങൾ രക്ഷ സമയത്ത് വി ആർ ജസ്റ്റിഫൈഡ് ഓൾറെഡി, വി ആർ സാങ്ക്ടിഫൈഡ് ഓൾറെഡി വാക്യങ്ങൾ എടുത്തു തരും. പക്ഷേ അത് പൂർണ്ണതയിലല്ല. നിങ്ങൾ ജസ്റ്റിഫൈഡ് സാങ്ക്ടിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിൽ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിൻ. ഈ കാര്യമാണ് നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത്. ഈ പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ. ഇതിൽ ഭാരപ്പെടേണ്ട വിഷയമില്ല. ഓരോരോ സ്റ്റെപ്പുകൾ നിങ്ങളുടെ സമർപ്പണത്തിനനുസരിച്ച് നിങ്ങൾക്ക് സഹിക്കാവുന്ന വിധത്തിലുള്ള പരിശോധനയിൽ കൂടെ കടത്തിവിടുകയുള്ളൂ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എസ്കേപ്പ് റൂട്ടുണ്ട്.
എസ്കേപ്പ് റൂട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ എസ്കേപ്പ് റൂട്ട് ചോദിക്കേണ്ട. കർത്താവേ പ്ലീസ്, യു ആർ മൈ ലവ്. നീ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന് ഇത്രയും വലിയ ശിക്ഷ നീ അനുഭവിച്ച സ്നേഹത്തിൽ, ആ സ്നേഹത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുകയാണ്. യു വിൽ നോട്ട് ഡീവിയേറ്റ്. നിനക്ക് മാറാൻ സാധ്യമല്ല. പ്ലീസ് ബിൽഡ് മീ ലോർഡ്. എന്നെ പണിതെടുക്കുക. എനിക്ക് കുറവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ബലഹീന സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്മാറ്റ സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്നെ കൂടാതെ വാഴുന്നൊരു ആഗ്രഹമേ എൻ്റെ സ്വന്തമുള്ളൂ. പ്ലീസ് ലോർഡ്, ഈ കറപ്റ്റഡ് ആയിരിക്കുന്ന ഈ ശരീരത്തിൽ നീ എന്നെ രക്ഷിച്ചേ മതിയാകുള്ളൂ. നിനക്ക് സാധിക്കും. നീ എനിക്ക് മുമ്പേ കടന്നുപോയ രക്ഷാനായകനാണ്. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലം കൈ പിടിച്ച് നടത്തും. ദൈവം നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റിലുമായ ദൈവം സ്വർഗീയ പിതാവേ, ഈ ചെറിയ മീറ്റിങ്ങിൽ കൂടെ കർത്താവ് നീ ഞങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. ഈ ശബ്ദം കേൾക്കുന്ന അനേകർ കർത്താവ് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ ലോർഡ്. അവർക്ക് വേണ്ടി നീ പ്രായശ്ചിത്തമായി തീർന്ന് വ്യർത്ഥമാകല്ലേ. നിന്റെ ദീർഘക്ഷമയും നിന്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിനകത്ത് വേണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് ഈ അനുഭവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നീ അവരെ വസിക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കേൾക്കുന്നവരോടും കർത്താവ് നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.